അല്ല, ആ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനാ കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ 18 എംപിമാർ ധനകാര്യമന്ത്രി ഈ വിഷയമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കൊടുത്ത പരാതിയിലും മുഖ്യമന്ത്രി സമരത്തിന് ക്ഷണിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ സമരം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച് ഞാൻ കൊടുത്ത കത്തിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 14-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ കേരളത്തിൻ്റെ നികുതി വിഹിതം കുറഞ്ഞിട്ടുണ്ട്. അത് കർണാടകത്തിന് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് ഗൗരവമായി അത് പരിഹരിക്കണമെന്ന് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങൾ മാസങ്ങളായി വർഷങ്ങളായി ഉപയോഗിക്കുന്ന ആവശ്യമാണ്. പക്ഷേ കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണിത്. ബാക്കിയുള്ള കാരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി, ധൂർത്ത്, കെടുകാര്യസ്ഥത. ഇത് സംബന്ധിച്ച് ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. എന്താ അവർ പറഞ്ഞത്? UPA കാലത്ത് 2004 മുതൽ 2014 വരെ കിട്ടിയ തുകയുടെ 4 ഇരട്ടി തുക നികുതി വിഹിതമായി 2014 മുതൽ 24 വരെ കൊടുത്തിട്ടുണ്ടെന്നാണ്. തുകയാണ് പറഞ്ഞത്, തുക, ശതമാനമല്ല പറഞ്ഞത്. 2004 ഇന്ത്യയുടെ ദേശീയ നികുതി വരുമാനമാണോ 2024 ഇന്ത്യയുടെ ദേശീയ നികുതി വരുമാനം? അപ്പോൾ ഈ ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രി ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കണക്കാണ് പറയണത്. ഓരോ വർഷവും ശരാശരി 20% നികുതി നിരക്ക് കൂടുമെന്ന് വിചാരിക്കും. അതായത് ഈ വർഷം 100 രൂപ ഉണ്ടെങ്കിൽ നികുതി കിട്ടിയെങ്കിൽ അടുത്ത വർഷം അത് 120 ആണ്. മൂന്നാമത്തെ വർഷം ഈ 120ൻ്റെ 20% കൂടുന്നത്. അപ്പോൾ 144ആയി. നാലാമത്തെ വർഷം കൂടുന്നത് 144ൻ്റെ 20%. അപ്പോൾ 10 വർഷം കൊണ്ട് 2004 തൊട്ട് 2014 വരെയുള്ള ആ 10 കൊല്ലം കൊണ്ട് തന്നെ നികുതി വരുമാനം, ഇന്ത്യയുടെ നികുതി വരുമാനം ഏകദേശം 300% ഉയർന്നിട്ടുണ്ട്. 100 ഉണ്ടായിരുന്നത് 400 ആയിട്ടുണ്ട്. അപ്പോൾ കാശ് കൊടുത്തത് പണ്ട് 2 രൂപ കൊടുത്തതിന് പകരം ഇപ്പോൾ 10 രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അവർ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് കേരളത്തിലെ ആളുകൾക്ക് ആർക്കും, നമ്മുടെ ഗവൺമെൻറ്റിലെ ആർക്കും അതിന് മറുപടി പറഞ്ഞില്ല. ഞങ്ങൾ മറുപടി പറയുകയാണ്. UPA കാലത്തെയും NDA കാലത്തെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി ആക്ച്വൽസ് തുക പറഞ്ഞത് തെറ്റാണ്. തുകയല്ല, ടോട്ടലായിട്ട് കിട്ടുന്ന നികുതി വരുമാനത്തിൻ്റെ 2.5% 5 കൊല്ലം മുമ്പ് 14-ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് കിട്ടിയിരുന്നത് ഇപ്പോൾ 1.92 അവർ ഇതുപോലെ പറ്റിക്കാൻ നോക്കുമ്പോൾ കേരള ഗവൺമെൻറ് എങ്ങനെ പറ്റിക്കണമെന്നറിയാം. 10-ാം ധനകാര്യ കമ്മീഷനിൽ ഞങ്ങൾക്ക് 3.5 കിട്ടി. അതെന്നാ 10-ാം ധനകാര്യ കമ്മീഷൻ 95-ലാണ്. എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തേട്ട് 21,000 കോടി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ 57,000 കോടി കിട്ടാനുള്ള കണക്ക് അതാണ്. അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. തൊട്ട് മുമ്പിലുള്ള ധനകാര്യ കമ്മീഷൻ്റെ കണക്കും ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ്റെ കണക്കുമാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അത് ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ് കോൺഗ്രസ് പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. കർണാടകത്തിന് വേറെയും കാരണങ്ങളുണ്ട്. കാരണം അവിടെ ഭയങ്കര വരൾച്ചയാണ്. 90% ജില്ലകളിലും വരൾച്ചയാണ്. മാത്രമല്ല അവർ 8 മാസമല്ല ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച 4 പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ പാവപ്പെട്ടവർക്ക് പെൻഷൻ പോലും കൊടുക്കാതെയാണ് ഈ സമരം ചെയ്യാൻ പോയത്. സദാചാര പോലീസൊന്നും ആരും കളിക്കണ്ട. സദാചാര പോലീസ് കളിക്കാൻ ആരും വരണ്ട. അതൊക്കെ നിർത്തണം. അതിന് പോലീസ് തയ്യാറാവണം. നിർത്തേണ്ടടുത്ത് പോലീസ് ചെയ്തത് ക്രൂരതയാണ്. പോലീസ് ചെയ്യാൻ പാടില്ല. ഇവിടെ പോലീസ് നിൽക്കുമ്പോൾ സദാചാര പോലീസിൻ്റെ ആവശ്യം എന്താ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. ഇത്തരം ആളുകളെ പിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ആരും ഇവിടെ സദാചാര പോലീസ് ഒരു സംഘടന ആവണ്ട. അത് തന്നെ ഞങ്ങളുടെ നിലവാരം. നല്ല പാർട്ടിയാണ്. ഇവിടെ തന്നെ എങ്ങനെയാണ് നിൽക്കണമെന്ന് അവർക്കറിയാം. അപ്പോഴാണ് നിങ്ങൾ ഇനി ഡൽഹിയിൽ പോയിട്ട് പാർട്ടി ഉണ്ടാക്കുന്ന കാര്യം നോക്കണത്. അല്ല, ഞാൻ ഡൽഹിയിലത്തെ പാർട്ടിയുടെ കാര്യം ഞാൻ പറയാമല്ല. 1 മാസം മുമ്പാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് സ്വകാര്യ സർവകലാശാലകളെ ഞങ്ങൾ ശക്തിയായി എതിർക്കുമെന്ന്. ആ പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ബജറ്റിൽ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുമെന്ന്. പിരിച്ചുവിടാൻ പാടില്ലേ കേന്ദ്ര കമ്മിറ്റി?